قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില ആളുകളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ആമുഖത്തിൽ ഓതിവെച്ചത്. അത് ഇങ്ങനെയാണ്: വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യുജാദിലു ഫില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കിക്കും, ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. യാതൊരു വിവരവും അവർക്കില്ല, അതുമാത്രമല്ല അവർക്ക് ആ നിലക്കുള്ള ഒരു സന്മാർഗ ദർശനവും അവർക്ക് ലഭിച്ചിട്ടില്ല. കിതാബി മുനീർ, വെളിച്ചം നൽകുന്ന ഒരു വേദത്തിൻ്റെ പിൻബലവും അവർക്കില്ല. ഇതൊന്നുമില്ലാതെയാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. താനി അത്ഫിഹി ലിയുളില്ല അൻ സബീലില്ല. ഇവർ അഹങ്കാരത്തോടുകൂടി തല ചരിച്ചിട്ട് അവർ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക എന്നതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതിനാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള പ്രധാന കാരണം, നമുക്കറിയാം കേരളത്തിലും കേരളത്തിന് പുറത്തും എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി, ഇപ്പോൾ നിങ്ങളുടെ അള്ളാഹ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് സുനാമി വന്നപ്പോൾ, അതുപോലെ തന്നെ അതിനുശേഷം വെള്ളപ്പൊക്കം വന്നപ്പോൾ, ശേഷം കൊറോണ വന്നപ്പോൾ, ഇപ്പോൾ അത്യന്തം ദാരുണമായ ഈ പ്രകൃതി വയനാട് ദുരന്തം വന്നപ്പോഴും അവർ ഇതുപോലെ ചോദിച്ചിരുന്നു, ഇപ്പം അള്ളാഹ് എവിടെ പോയി, ദൈവം എവിടെ പോയി എന്നൊക്കെ. ഏതൊക്കെ ദുരന്തം എവിടെയൊക്കെ എക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവർ ഈ പരിഹാസവാക്കുകൾ ഉയർത്തിവിടാറുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക, ഏതാണ്ട് അവസാനം നടന്ന ദുരന്തം എന്ന് പറയുന്നത് 500-ലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾക്ക് അവർ ഇതുവരെ ജീവിച്ചുണ്ടാക്കിയ സമ്പത്തും നാടും വീടും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്ത് ആ ഭീകരമായ ദുരന്തത്തിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. അന്താളിച്ച് നിൽക്കുകയാണ്, നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇവർ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത്. ഔചിത്യ ബോധം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്ത ഒരു വിഭാഗമാണ് ഇവർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമത് ഔചിത്യ ബോധം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്കുള്ളതാണ്, പിന്നെ കുറച്ച് മൃഗങ്ങൾക്കും. അതുകൊണ്ടാണല്ലോ സുജാത എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിൽ ചെന്ന് പെട്ടത് ഒരു കാട്ടാനയുടെ മുൻപിലാണ്. ആ കാട്ടാന പോലും ആ സ്ത്രീയുടെ സവിശേഷമായ സാഹചര്യം കണ്ട ഔചിത്യബോധത്തോടുകൂടിയാണ് പെരുമാറിയത്. കാട്ടാനയുടെ തനി സ്വഭാവം അതവിടെ കാണിച്ചില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഔചിത്യബോധം കാണിക്കേണ്ടതുണ്ട് എന്ന് ഏതൊക്കെയോ അർത്ഥത്തിൽ അതിനൊരു ബോധനം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ ഔചിത്യബോധത്തോടുകൂടി പെരുമാറുകയും കാലിനടിയിലിട്ട് ചവിട്ടി അരക്കേണ്ട സന്ദർഭത്തിൽ കാവലാളായി മാറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്.
അതിലും താഴെയാണ് ഈ വിഭാഗമുള്ളത്. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ അവർ അതുകൊണ്ട് ഒന്നും ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ട്, പക്ഷേ അവർ അതുകൊണ്ട് കാണുന്നില്ല. അവർക്ക് കാതുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കാലികളാണ്. ബൽ ഹും അളൽ, അതിനേക്കാൾ മോശമാണ്. കാലികൾക്കും ഉണ്ടാവും ഒരു സംസ്കാരം, കാലികൾക്കും ഉണ്ടാവും ഒരു ഔചിത്യബോധം, മൃഗങ്ങൾക്കും ഉണ്ടാകും ഒരു ഔചിത്യബോധം. അതുപോലും പ്രകടിപ്പിക്കാതെയാണ് ഇവർ നിങ്ങളുടെ ദൈവം എവിടെയാണ്, അള്ളാഹു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നാസ്തിക കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, ഒരു നാസ്തികനൊഴിച്ച് ആ കുടുംബത്തിലെ കാരണവരായ നാസ്തികനൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു അപകടത്തിൽ മരണപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ തൻ്റെ വേണ്ടപ്പെട്ടവരും വീട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ടത് ഓർത്ത് നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനോട് ഏതെങ്കിലും ഒരു മതവിശ്വാസി ചോദിക്കുകയാണ്, നിന്റെ ശാസ്ത്രം എവിടെ, ഇപ്പോൾ നിന്റെ യുക്തി എവിടെ, ഇപ്പൊ നിന്റെ ബുദ്ധി എവിടെയാണ്, നിനക്ക് എന്ത് ആശ്വാസമാണ് ഈ സന്ദർഭത്തിൽ കൊള്ളാനുള്ളത് എന്നൊരു മതവിശ്വാസി ചോദിക്കോ? ഒരു മതവിശ്വാസി ഒരിക്കലും അത് ചോദിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു മതവിശ്വാസി ചോദിച്ചാൽ അവൻ മതവിശ്വാസിയല്ല, അവൻ നാസ്തികനായിരിക്കും. കാരണം ഒരു മതവിശ്വാസിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. നമ്മളിത് പറയുന്നത് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിവിടെ പറയുന്നതിനാണ് ചോദിച്ചാൽ, ഇതിങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ കാരുണ്യവാനായ ദൈവമല്ലേ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിരപരാധികളായ കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങിയപ്പോൾ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദുർബലരായുള്ള ചിലരെങ്കിലും ചിന്തിക്കും, അല്ല ശരിയല്ലേ ശരിക്ക്. കാരണം ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണികനും കരുണാവാരിധിയുമാണ്. വേദഗ്രന്ഥത്തിന്റെ എല്ലാ വേദാധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമായ ദൈവനാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനാകുന്ന വേദത്തിന്റെ എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ എല്ലാ കർമ്മ പരിപാടികളും ആരംഭിക്കുന്നത് ദൈവത്തിന്റെ പടച്ച തമ്പുരാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കാരുണ്യ മനോഭാവം വിളിച്ചോതിക്കൊണ്ടാണ്. ഇത്രയും കാരുണ്യവാനായ ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദയമായ ദൃശ്യങ്ങൾക്ക് തങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് എന്നൊരാൾ ചിലപ്പോൾ ചിന്തിച്ചു പോകാം. കാരണം ഇവർ സൃഷ്ടിക്കുന്ന കൺഫ്യൂഷനും കൂടി ആകുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയി പോകാം. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മൾ തിരിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പുണ്ടാക്കേണ്ടത് ദുരന്തത്തിൽ എത്ര കുട്ടികൾ മരിച്ചു എന്ന അന്വേഷണത്തിലൂടെ അല്ല, അത് വേറെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിബോധവും നമ്മുടെ വിജ്ഞാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ അനിവാര്യമാണോ അല്ലേ എന്നതാണ്. ആ കാര്യത്തിൽ സംശയമുള്ള ഒരാളോട് പിന്നെ ബാക്കി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എപ്പോഴും നമ്മൾ ഈ മിമ്പറിൽ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ വിശ്വാസമല്ല ആവശ്യം, നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ കൺവിക്ഷനാണ് ആവശ്യം, ഉറപ്പാണ് ആവശ്യം, ബോധ്യമാണ് ആവശ്യം. അതാദ്യം ബോധ്യപ്പെടണം നമുക്ക്. അതാദ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ദൈവം ഈ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ ആ ദൈവം എല്ലാം അറിഞ്ഞിരിക്കൽ ആ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കണം. എല്ലാം അറിയണം. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, നടക്കാൻ പോകുന്നു, നടന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനബോധം ആ ദൈവത്തിനുണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ യഅലമു ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ വറഖത്തി. അല്ലാഹു പറയുകയാണ്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അവന്റെ അടുക്കലാണ് എന്തുള്ളത്? ഖജനാവുകളുടെ, അദൃശ്യങ്ങളുടെ, അതിഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ താക്കോലുള്ളത്. വയഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റാർക്കും അതറിയില്ല. യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു. വമാ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ,
ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അവനറിയാതെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ആലിമുൽ ഗൈബി വശഹാദ, വ്യക്തമായതും അവ്യക്തമായതും ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ഇന്നല്ലാഹ ആലിമുൽ ഗൈബി സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു. യഅലമു മാ ഫി സുദൂർ, അവന്റെ ഹൃദയങ്ങളിലുള്ളതും അവൻ അറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനർത്ഥം അല്ലാഹു എല്ലാം അറിയും. അല്ലാഹുവിന്റെ അറിവോടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ അയാൾക്ക് ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ ദൈവമാവുള്ളൂ, അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു, അങ്ങനെയുള്ള ഒരു ശക്തിയെ അള്ളാഹു ആവുള്ളൂ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലിമിറ്റേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ഖുതുബയിൽ അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ എല്ലാറ്റിനും പരിമിതികൾ ഉള്ളതുപോലെ നമ്മുടെ റാഷണൽ തിങ്കിങ്ങിനും യുക്തിചിന്തക്കും പരിമിതിയുണ്ട്. നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. നമ്മുടെ കൈക്ക് പരിമിതിയില്ലേ? എൻ്റെ കൈ ഇത്രയുമേ എൻ്റെ കൈ നീളുകയുള്ളൂ, അതെൻ്റെ പരിമിതിയാണ്. അങ്ങോട്ട് നീളില്ല. അങ്ങോട്ട് നീളണമെങ്കിൽ ഞാൻ എന്തെങ്കിലും വടി പിടിക്കണം. ആ വടി പിടിച്ചാലും അതിന് പരിമിതിയുണ്ട്. എത്രത്തോളം നീളമുള്ളൊരു വടിയൊന്നും എനിക്ക് കൈക്ക് പിടിക്കാൻ പറ്റില്ല. അതെൻ്റെ കൈയുടെ പരിമിതിയാണ്. എനിക്ക് കാല് വലിച്ചു വെച്ച് നടക്കാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കണ്ണിന് പരിമിതിയുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ പറ്റാത്ത പലതും, നമുക്ക് കാണാൻ പറ്റാത്ത പലതും ഇവിടുത്തെ പല ജീവജാലങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ കണ്ണിന് പരിമിതി ഉണ്ടെന്നാണ്. നമ്മുടെ കാതിന് പരിമിതിയുണ്ട്. നമ്മുടെ കാതിന് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ ഇവിടെ മറ്റു പല ജീവികൾക്കും കേൾക്കാൻ കഴിയും. വവ്വാലി എക്കോലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് വളരെ മൈക്രോ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദ തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഘ്രാണശക്തിക്കും പരിമിതിയുണ്ട്. മണക്കാനുള്ള, സ്മെല്ല് ചെയ്യാനുള്ള നമ്മുടെ ശക്തിക്കും പരിമിതിയുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട്, അഥവാ അകത്തുള്ള അവയവങ്ങൾ, അതിന് പരിമിതിയുണ്ട്. നമ്മുടെ ലിവറിന് പരിമിതിയുണ്ട്. നമ്മുടെ ആമാശയത്തിന് പരിമിതിയുണ്ട്. നമ്മുടെ ലങ്സിന് പരിമിതിയുണ്ട്. നമ്മുടെ ഹാർട്ടിന് പരിമിതിയുണ്ട്. നമ്മുടെ കിഡ്നിക്ക് പരിമിതിയുണ്ട്. നമ്മളെക്കാൾ എത്രയോ ദഹനശേഷിയുള്ള എത്രയോ ജീവികൾ നമ്മുടെ മുമ്പിലുണ്ട്. താറാവ് നമ്മളെക്കാളൊക്കെ എത്രയോ ദഹനശേഷിയുള്ള ജീവിയാണെന്നറിയാമോ? താറാവ് തിന്നുന്ന പലതും നമ്മൾ തിന്നാൽ പിന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ദഹനശേഷിക്ക് പരിമിതിയുണ്ട്, ശ്വസിക്കാനുള്ള ശേഷിക്ക് പരിമിതിയുണ്ട്. അങ്ങനെ എല്ലാറ്റിനും പരിമിതിയുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഘ്രാണശക്തിക്ക് പരിമിതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ദുരന്തം തന്നെ അതിന് സാക്ഷിയാണ്. വയനാട് ദുരന്തം നടക്കുമ്പോൾ ശ്വസിക്കാൻ ശേഷിയുള്ള, മണക്കാൻ ശേഷിയുള്ള എത്രയോ നൂറുകണക്കിന് മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് മനുഷ്യന്മാർ വ്യത്യസ്ത സംഘടനകളുടെയും ഗവൺമെന്റിന്റെ സൈന്യത്തിൻ്റെയും ഒക്കെ ആയിട്ട്, പോലീസിൻ്റെയും ഒക്കെ ആയിട്ട് എത്രയോ മനുഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട് പോലീസിൻ്റെ നായയും അതുപോലെ തന്നെ കർണാടക പോലീസിൻ്റെ നായയും കേരള പോലീസിൻ്റെ നായയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നായയും അവിടെ വന്ന് എന്തിനാണ്? മണം ശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇല്ലേ? എത്രയോ ആളുകളുണ്ട്. പക്ഷെ എന്നിട്ടും മർഫിയും മായയും ഏഞ്ചലും ഇന്ത്യൻ സേനയുടെ മറ്റ് ജാക്കിയും ഡിക്സിയും സാറയും ഒക്കെ അവിടെ വന്നെന്തിനാണ്? പലതരത്തിലുള്ള നായകൾ അവിടെ വന്നല്ലോ. ഈ നായകളൊക്കെ കഡാവർ ഇനത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ മെലനോയിസ് ജനസിൽപ്പെട്ട നമുക്കൊക്കെ പരിചയമുള്ള നായകളാണവയെല്ലാം. ഈ നായകൾ അവിടെ കൊണ്ടുവന്നതിനാണ്? മണക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇല്ല വേറെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരിമിതിയാണ്. ആ നായകൾ അവിടെ വന്നപ്പോൾ എത്രയോ മൃതദേഹങ്ങളാണ് ചെളിയിൽ പൂണ്ട് കിടക്കുന്നിടത്ത് ചെന്ന് നിന്ന് വാലാട്ടുകയും ചെന്ന് നിന്ന് കുരക്കുകയും ചെയ്തത്. അതിന് ഘ്രാണശക്തി നമ്മളെക്കാൾ കൂടുതലുള്ളത് കൊണ്ടാണ്. നമുക്കുള്ളതിനേക്കാൾ 1,00,000 മടങ്ങ് ഇരട്ടി ഘ്രാണശക്തി പട്ടിക്കുണ്ട്, നായക്കുണ്ട്. 12 മീറ്റർ താഴ്ചയിൽ കുഴിച്ചിട്ട വസ്തുവിനെയും മുകളിൽ നിന്ന് നായ തിരിച്ചറിയും. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗന്ധം വരെ അതിന് ലഭ്യമാകും. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗന്ധം വരെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അതിന് മനസ്സിലാകും. നമുക്കത് മനസ്സിലാവില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? നമുക്ക് പരിമിതി ഉണ്ട് എന്നാണ്.
ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാനത് പറയുന്നില്ല. എന്ന് രസകരമായ ഒരുപാട് പരിമിതികൾക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കാഴ്ചശക്തിക്ക് പരിമിതിയുണ്ട്. പലതും കാണുന്ന ആളുകൾ പിന്നെ പല ജീവികളും കാണുന്നത് പലതും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനൊരു പരിമിതി ഉള്ളത് കൊണ്ടാണ്. ആ പരിമിതി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പലതും നമുക്ക് കാണേണ്ടി വരുമായിരുന്നു. നമുക്കിവിടെ ജീവിക്കാൻ പോലും കഴിയാത്തത്രയും നമ്മെ പേടിപ്പെടുത്തുന്ന ബാക്ടീരിയകളുടെ വൈറസിന്റെ സാന്നിധ്യം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തത് അതില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ കണ്ണിന്റെ പരിമിതിയാണത്. ഇതുപോലെ നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ഇതുപോലെ നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട്. ഇതുപോലെ നമുക്ക് ഗ്രഹിക്കാനുള്ള ശേഷിക്കും കണ്ടുപിടിക്കാനുള്ള ശേഷിക്കും പരിമിതിയുണ്ട്. എൻ്റെ എല്ലാത്തിനും പരിമിതിയുണ്ട്, എൻ്റെ യുക്തിക്ക് മാത്രം പരിമിതിയില്ല എന്ന് പറയുന്നത് തന്നെ യുക്തിവിരുദ്ധമാണ്. എല്ലാറ്റിനും പരിമിതിയുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യത്തിൻ്റെ പുറകിലുള്ള, ഒരു പ്രതിഭാസത്തിൻ്റെ പുറകിലുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്ന് പറയുന്നതിനും നമുക്ക് പരിമിതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയൊക്കെ പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. പരിമിതി ഉണ്ടെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു വിശ്വാസി ആദ്യം അത് മനസ്സിലാക്കണം. നമുക്കതിന് പരിമിതിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മറ്റു ചില സംഗതികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ നമ്മൾ ഇതിനൊന്നും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ആധുനിക കാലത്ത് നമുക്ക് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ലാതെ വരും. നമ്മുടെ തലച്ചോർ, മനുഷ്യരുടെ തലച്ചോർ, ഈ പറയുന്ന യുക്തിവാദികളുടെ തലച്ചോർ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ തലച്ചോർ, മനുഷ്യരുടെ തലച്ചോർ, അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 1300 മുതൽ 1400 ഗ്രാം വരെയാണ്. 1 കിലോ 300 ഗ്രാം മുതൽ 1 കിലോ 400 ഗ്രാം വരെയാണ് നമ്മളുടെ തലച്ചോറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 167 × 140 × 93 മില്ലിമീറ്ററാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതാണ് പൊതുവിൽ എല്ലാവരുടെയും തലച്ചോറിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് 60% ഫാറ്റാണ്. 60% ഫാറ്റാണ്. 40% കോമ്പിനേഷനാണ്. എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ? വാട്ടർ, വെള്ളം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, മറ്റൊന്ന് സോൾട്ട്. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് ബാക്കി 40% എന്ന് പറയുന്നത്. തലച്ചോറിൽ എന്തൊക്കെയാണുള്ളത്? ബ്ലഡ് വെസൽസ്, രക്തഞരമ്പുകൾ, നെർവ്സ്, അതുപോലെ തന്നെ ന്യൂറോൺസ്, നാഡികൾ എന്ന് നമ്മൾ പറയുന്ന ന്യൂറോൺസ്, പിന്നെ അത് കൂടാതെ കുറച്ച് സെൽസ്. ഇത്രയാണ് ഇവിടുത്തെ മുസ്ലിമിൻ്റെ തലച്ചോറിലുള്ളത്, ഇവിടുത്തെ ശാസ്ത്രജ്ഞൻ്റെ തലച്ചോറിലുള്ളത്, ഐൻസ്റ്റീൻ്റെ തലച്ചോറിലുണ്ടായത്, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ തലച്ചോറിലുള്ളത്, ഇവിടുത്തെ യുക്തിവാദിയുടെ തലച്ചോറിലുള്ളത്, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ തലച്ചോറിലുള്ളതും നവനാസ്തികരുടെ തലച്ചോറിലുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇതൊക്കെ കണ്ടന്റും സൈസും വലിപ്പവും ഒക്കെ ഒന്നായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകളുടെ ഇടയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയും കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശേഷിയും എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി പോയത്? ഇതിന്റെ പുറകിലുള്ള യുക്തി ഇവർക്ക് തിരിയുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തിരിയുന്ന ഭാഷയിൽ നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുമോ? ഒരേ കണ്ടന്റ് ഉള്ള, ഒരേ നെർവ്സ് ഉള്ള, ഒരേ ന്യൂറോൺസ് ഉള്ള, ഒരേ അളവിൽ വാട്ടറുള്ള, ഫാറ്റുള്ള, പ്രോട്ടീനുള്ള, സോൾട്ടുള്ള ഈ തലച്ചോറിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാഹ്യശേഷിയും വ്യത്യസ്തമായിട്ടുള്ള കണ്ടുപിടിക്കാനുള്ള ശേഷിയും ഉണ്ടാകുന്നത്? അതിൻ്റെ പുറകിലുള്ള യുക്തി, എല്ലാറ്റിനും പുറകിലെ യുക്തി ഇവർക്ക് ബോധ്യപ്പെടണമല്ലോ. ഇനി നമുക്ക് ആർക്കെങ്കിലും ആ നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളും പറഞ്ഞു തരണം, നമ്മളും അന്വേഷിക്കണം അതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ് എന്നുള്ളത്. എല്ലാവരുടെയും തലച്ചോറൊന്ന്, എല്ലാവരുടെയും തലച്ചോറിലുള്ള ഘടകങ്ങളൊന്ന്. ഈ ഘടകങ്ങളെല്ലാം ഫിസിക്കൽ സബ്സ്റ്റൻസസ് ആണ്. എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ്, ജീവനില്ലാത്ത ദ്രവ്യമാണ്. പ്രോട്ടീന് ജീവനില്ല, അതുപോലെ തന്നെ ഫാറ്റിന്, കൊഴുപ്പിന് ജീവനില്ല, ഉപ്പിന് ജീവനില്ല, വെള്ളത്തിന് ജീവനില്ല, ഇതിനൊന്നിനും ജീവനില്ല. ജീവനില്ലാത്ത ഒരു വസ്തുവിൻ്റെ കുറെ വസ്തുക്കളുടെ കോമ്പിനേഷനിൽ നിന്ന് എങ്ങനെയാണ് ഐഡിയാസ് ഉണ്ടാകുന്നത്? ഇവരും നമുക്ക് യുക്തി, ഇതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ് എന്ന് മനുഷ്യന് തിരിയുന്ന ഭാഷയിൽ ഇവർക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ഇത്തരം ദ്രവ്യങ്ങൾ, ജീവനില്ലാത്ത ദ്രവ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഐഡിയകൾ, ആശയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് മനുഷ്യന് തിരിയുന്ന ഭാഷയിൽ അതിൻ്റെ പുറകിലെ യുക്തി ഇവർ ഒന്ന് നമുക്ക് പറഞ്ഞു തരട്ടെ. നമുക്ക് ആർക്കെങ്കിലും വയനാട് ദുരന്തത്തോടുകൂടി അള്ളാഹുവിൽ സംശയമുണ്ടെങ്കിൽ അവരും ഇതൊന്ന് പറഞ്ഞു തരണം, ഇതിൻ്റെ പുറകിൽ എന്താണ് യുക്തിയുള്ളത് എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
പണ്ട് കാലത്തും മനുഷ്യന് ഈ തലച്ചോറാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ആ തലച്ചോറ് തന്നെയാണുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ആളുകൾ ചിന്തിക്കാത്ത പലതും ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് ചിന്തിക്കുന്ന എന്ത് പണ്ട് കാലത്ത് ചിന്തിക്കാതിരുന്നത്? പണ്ട് കാലത്ത് ചിന്തിച്ചതെന്റെ ഇപ്പൊ അതിനേക്കാൾ ഉയർന്ന അളവിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ആളുകൾക്ക് ബുദ്ധി കൂടിയത് എന്തുകൊണ്ടാണ്? നമ്മളെക്കാൾ ബുദ്ധി നമ്മുടെ മക്കൾക്കുണ്ടായത് എന്തുകൊണ്ടാണ്? തലച്ചോറ് മാറിയോ? അതിനൊരു പക്ഷേ ഇവർ മറുപടി പറഞ്ഞേക്കും, കാലങ്ങളുടെ പരിണാമത്തിലൂടെ വികസിച്ചതാണ് മനുഷ്യന്റെ ബുദ്ധി എന്നാണ് ഇവർ ഉത്തരം പറയുന്നതെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ആ പാരമ്പര്യത്തിന്റെ പരിണാമത്തിലൂടെ എന്തുകൊണ്ടാണ് കണ്ണിന്റെ കാഴ്ചയുടെ സെൻസിറ്റിവിറ്റി, കാതിന്റെ കേൾവിയുടെ സെൻസിറ്റിവിറ്റി, സ്മെല് ചെയ്യാനുള്ള നമ്മുടെ ഘ്രാണശക്തിയുടെ സെൻസിറ്റിവിറ്റി എന്തുകൊണ്ടാണ് ഇതുപോലെ പുരോഗമിക്കാതെ പോയത്? നമുക്കതും പുരോഗമിക്കേണ്ടതല്ലേ? എന്തേ അത് പുരോഗമിക്കാതെ പോയത്? അതിന്റെ പുറകിലുള്ള യുക്തി എന്താണ്? അത് മാത്രമല്ല, ഒരേ ഭൂമിയിൽ, ഒരേ അന്തരീക്ഷത്തിൽ, ഒരേ പ്രകൃതിയിൽ ജീവിക്കുന്ന ബാക്കി ജീവജാലങ്ങൾക്കും ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ എന്തേ നേരത്തെ പറഞ്ഞ വികാസങ്ങൾക്ക് വിധേയമാകാതെ പോയത്? മനുഷ്യന്റെ മാത്രം എങ്ങനെയാണ് ബ്രെയിൻ ഇങ്ങനെ വികസിച്ചു വന്നത്? അതിൽ മാത്രം എങ്ങനെയാണ് പുതിയ പുതിയ ഐഡിയകൾ രൂപം കൊണ്ടത്? മറ്റു മൃഗങ്ങൾക്ക് അല്പം പോലും അവരുടെ ബ്രെയിൻ ഇത്രയും കാലം ഒരേ പ്രകൃതിയിൽ ജീവിച്ചിട്ട്, ഒരേ പ്രകൃതിയിലാണല്ലോ മനുഷ്യനും ഈ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എന്നിട്ട് മനുഷ്യൻ മാത്രം, അവന്റെ ബുദ്ധി മാത്രം പരിണമിച്ചു, ഉയർന്നു, വികസിച്ചു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ തന്നെ കാഴ്ചശക്തി എന്തിയെ വികസിക്കാതെ പോയത്? അതുപോലെ തന്നെ തലച്ചോറുള്ള ബാക്കി ജീവജാലങ്ങൾക്ക് എന്തിയെ ഈ പരിണാമത്തിന്റെ ഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയാതെ പോയത്? അതൊരു ചോദ്യമല്ലേ? അതിന്റെ പുറകിലുള്ള യുക്തി എന്താണ് എന്ന് ഇവർ നമുക്ക് പറഞ്ഞു തരുമോ? നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? നമുക്കൊരുപാട് പരിമിതികളുണ്ട് എന്നാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ തലച്ചോറും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറും ഈ പറയുന്ന യുക്തിവാദികളുടെ തലച്ചോറൊക്കെ ഒന്നാണല്ലോ. നമ്മളെക്കാൾ കൂടുതൽ, സാധാരണ മതവിശ്വാസികളെക്കാൾ കൂടുതൽ ബ്രെയിൻ പരിണാമദശയിൽ വികസിച്ചു കുറച്ചുകൂടി പൂർണ്ണത പ്രാപിച്ചവരാണല്ലോ ഇവര്. അതുകൊണ്ടാണല്ലോ ഇവർ യുക്തി കൊണ്ടൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നിട്ട് എന്ത് ശാസ്ത്രജ്ഞന്മാരുടെ തലയിൽ ഉദിച്ച ആശയങ്ങൾ ഇവരുടെ തലയിൽ ഉദിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഉദിക്കാതെ പോയത്? എല്ലാം ഒന്നല്ലേ? നെർവ്സ് ഒന്ന് തന്നെ, ന്യൂറോൺസ് ഒന്ന് തന്നെ, കോണ്ടന്റ് ഒന്ന് തന്നെ, എല്ലാ ചുറ്റുപാടും ഒന്ന് തന്നെ. എന്നിട്ട് എന്ത് വികസിക്കാതെ പോയത്? ആ ഐഡിയ ഇവർക്ക് ഇല്ലാതെ പോയത് എന്താണ്? അവസാനമായി ഒറ്റ കാര്യവും കൂടി. മുണ്ടക്കൈയിൽ നടന്ന വയനാട് ദുരന്തത്തിൽ അവിടെ ഒരു കുറെ മനുഷ്യരെ നമ്മൾ കണ്ടു. ഒരു കുറെ മനുഷ്യർ അവിടെ വന്നു. എന്തിന്? വേണ്ടപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഇണകളെയും എല്ലാം ഉപേക്ഷിച്ച് രക്ഷാപ്രവർത്തനം. ഈ മനുഷ്യരുടെയൊക്കെ തലച്ചോറൊന്നല്ലേ? ഈ മനുഷ്യരുടെയൊക്കെ തലച്ചോറിലെ കോണ്ടന്റ് ഒന്നല്ലേ? ഉള്ളടക്കം ഒന്നല്ലേ? ഈ മനുഷ്യരാണല്ലോ അവിടെ വന്നത്. അവിടെ വന്നിട്ട് സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് മനുഷ്യരെ അവിടെ നിന്ന് ഡെഡ് ബോഡി ആയിട്ടാണെങ്കിലും പൊക്കിയെടുത്തു. വേറെ കുറെ മനുഷ്യർ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ സംഭാവന ചെയ്തു. മറ്റു ചില കുട്ടികൾ അവരുടെ കാശ് കൊടുക്ക പൊട്ടിച്ച് സംഭാവന ചെയ്തു. ചിലർ ആടിനെ വിട്ട് സംഭാവന ചെയ്തു. ചിലർ മകളെ കല്യാണം കഴിക്കാൻ വച്ചിരുന്ന പണം നൽകി. ഒരു വശത്തത്. മറുവശത്തു ഒരു കുറെ ആളുകൾ ദത്തെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. വേറെ കുറെ ആളുകൾ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് സന്നദ്ധമായി, മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധമായി. ഇവർക്കുണ്ടൊരു തലച്ചോറ്, അതിനകത്തുണ്ട് ന്യൂറോൺസ്, അതിനകത്തുണ്ട് നെർവ്സ്, അതിനകത്തുണ്ട് ബ്ലഡ് വെസൽസ്. ഇതൊക്കെ അതിനകത്തുണ്ടല്ലോ. മറുവശത്ത് നമ്മൾ കാണുന്നത് ഒരു കൂട്ടർ വന്നിട്ട് അതിൻ്റെ താഴെ എനിക്കും പാല് വേണം, കറവ കൂടുതലുള്ളതാണോ, മുതിർന്നവർക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ട കുറച്ച് ആളുകളുണ്ട്. അവരുടെ തലച്ചോറൊന്നാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരുടേതിലൂടെയും ഓടുന്നത് ഇതേ രക്തം തന്നെയാണ് നമ്മൾ ആലോചിക്കണം. വേറെ കുറെ പേർ ചാനലുകളിൽ ഇരുന്ന് അവിടെ ദുരന്തമുഖത്ത് വന്നിട്ടുള്ള സന്നദ്ധ സംഘടനകൾ പച്ചയും നീലയും ചുവപ്പുള്ള ബനിയൻ ഇന്നലെ തയ്ച്ചിട്ടാണ് ഇന്നിട്ട് അത് സേഫ് സോണിൽ ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അഴുക്ക് പറ്റിയിട്ടില്ല. സേഫ് സോണിൽ ഇരുന്നാണ് അവർ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞത് സംഘ് പരിവാർ ബുദ്ധിജീവിയാണ്. അയാളുടെയും തലച്ചോറിൽ ഒഴുകുന്നതും അതിന്റെ കണ്ടന്റും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ എത്തെല്ലാം അഭിപ്രായങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറൊരു കൂട്ടർ കമന്റ് ചെയ്തത് പ്രകൃതിക്ക് വിരുദ്ധമായി പെറ്റുകൂട്ടാൻ ശ്രമിച്ചാൽ പ്രകൃതി അതിനെ നിയന്ത്രിക്കും.
പ്രകൃതി അതിനെ നിയന്ത്രിക്കും. ആ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. അത് മലപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് പറയുന്നവരും അതിനടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ തലച്ചോറിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മനുഷ്യത്വപരവും മനുഷ്യത്വ വിരുദ്ധപരവുമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെടുന്നത്. അതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ ഇവർക്ക് ആർക്കെങ്കിലും? ഒരേ തലച്ചോറിൽ നിന്ന് മനുഷ്യത്വപരമായ പരിപാടികൾ വരുന്നു, കർമ്മങ്ങൾ വരുന്നു, കാശ് കൊടുക്കവരെ പൊട്ടിച്ച് കുട്ടികൾ കൊടുക്കുന്നു, കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് കൊടുക്കുന്നു, ആടിനെ വിറ്റ് കാശ് കൊടുക്കുന്നു, മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധമാകുന്നു. ആ ആശയങ്ങളും ഒരു തലച്ചോറിൽ നിന്നാണ് വന്നത്. മറുവശത്ത് എനിക്കും പാല് തരുമോ എന്ന് ചോദിക്കുന്ന തെമ്മാടിയുടെ തലച്ചോറിന് രൂപപ്പെട്ടത് ഒരേ കണ്ടന്റിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ ആശയങ്ങൾ രൂപപ്പെട്ടത് എന്ന് ഏതെങ്കിലും യുക്തിവാദിക്ക് ഇതിന്റെ പുറകിലുള്ള യുക്തി ഒന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാൻ കഴിയോ? അവിടെ നമ്മൾ വേറൊരു ജീവിയെയും കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സുജാത ചേച്ചിയെ രക്ഷിച്ച, അതായത് ആ ഒരു നിമിഷത്തേക്കെങ്കിലും കാട്ടാനയുടെ സ്വതസിദ്ധമായ പ്രകൃതം മാറ്റിവെച്ചുകൊണ്ട് കാവലാളായി മാറിയ ഒരു തലച്ചോറ് നമ്മൾ കാണുകയാണ്. എന്താണ് ഇതിന്റെ വിശദീകരണം? നമുക്ക് യുക്തി ബോധ്യപ്പെടുന്നുണ്ടോ? നമുക്ക് വയനാട്ടിലെ ആളുകൾ മരിച്ചതിന്റെ യുക്തിയാണോ നമുക്ക് ബോധ്യപ്പെടാത്തത്? ഇവിടെ യുക്തി ബോധ്യപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും യുക്തി ബോധ്യപ്പെടുന്നുണ്ടോ എന്താണ് അതിന്റെ പുറകിൽ സംഭവിച്ചത് എന്ന്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ് എത്ര കറക്റ്റാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയും അവൻ അങ്ങേയറ്റത്തെ വിവരം കെട്ടവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ഉലൈക കൽ അൻആം ബൽഹും അവൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പുറകിലുള്ള യുക്തിയൊന്നുമല്ല ഇവർക്ക് അറിയേണ്ടത്. ഒറ്റ കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം, ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ മാത്രം മതി യുക്തിയല്ല. അപ്പോൾ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളുടെ പുറകിലുള്ള യുക്തിയും നമുക്കറിയണം. നമ്മുടെ യുക്തി സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് ദൈവമുണ്ട് എന്ന് പറയുമ്പോഴാണ്. ദൈവമില്ലെങ്കിൽ പിന്നെ ഒരു സംഗതിയുടെ പുറകിലുള്ള യുക്തിയും നമുക്ക് അറിയേണ്ടതില്ല, ഒരു സംഗതിയുടെ പുറകിലുള്ള യുക്തിയും അറിയേണ്ടതില്ല. ഇതിന്റെ പേരാണ് നാസ്തികത എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബുദ്ധിപരമായ സത്യസന്ധതയില്ലായ്മ. പുറകിലുള്ള യുക്തിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒക്കെ പുറകിലുള്ള യുക്തി അറിയണം. ഇതിന്റെ ഒന്നും പുറകിലുള്ള യുക്തി നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ സാധാരണ യുക്തിവാദവും നിരീശ്വരവാദവും എക്സ് മുസ്ലിമിസവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിക്കൂ. അതിന്റെ പുറകിൽ 500 പേര് നഷ്ടപ്പെട്ടതിന്റെ യുക്തിയാണല്ലോ അറിയാതെ പോയത്. ദൈവം ഉണ്ടെങ്കിൽ ഇതിന്റെ യുക്തി എന്താണ്? അപ്പൊ വിശദീകരണം കിട്ടേണ്ടതല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ദൈവമുണ്ടെന്ന് പറയുമ്പോൾ മാത്രമേ യുക്തിക്ക് പ്രസക്തിയുള്ളൂ. ദൈവമില്ലെങ്കിൽ ഒന്നിന്റെ പുറകിലുള്ള യുക്തിക്കും ആർക്കും അറിയേണ്ടതില്ല. വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും അറിയേണ്ടതില്ലാത്ത ഒരവസ്ഥയിലാണ് മനുഷ്യൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, അവൻ അപാരമായ വല്ലാത്ത കുതർക്കിയാണ് മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ പറയുന്ന പോലെ നമ്മൾ എന്തിനൊക്കെ സാക്ഷ്യം വഹിച്ചു? നമ്മൾ കൊറോണയ്ക്ക് സാക്ഷ്യം വഹിച്ചു, നമ്മൾ സുനാമിക്ക് സാക്ഷ്യം വഹിച്ചു, വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു, ഇപ്പോൾ അവസാനമായിട്ട് ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു. എല്ലാം നമ്മൾ കണ്ടതാണ്. ഭൂരിഭാഗവും കേരളത്തിൽ മതവിശ്വാസികളാണ്. ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം 98% അല്ലെങ്കിൽ 99% വിശ്വാസികളാണ്. ഇവർ പറയുന്നത് പോലെയാണ് ദൈവത്തെ ഈ കേരളക്കര കണ്ടിരുന്നതെങ്കിൽ, വിശ്വാസികൾ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളം നാസ്തിക കേരളമായി മാറില്ലായിരുന്നില്ലേ? ഇവർ മനസ്സിലാക്കുന്നത് പോലെയാണ് ഈ വിശ്വാസികളൊക്കെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ പണ്ടേ കേരളത്തിലെ എല്ലാവരും നാസ്തികതയിലേക്ക് കൂപ്പുകുത്തുമായിരുന്നു. അങ്ങനെ നാസ്തിക കേരളമായി മാറിയേനെ. എന്തിയാ മാറാത്തത്? നിരീശ്വരവാദികളും യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങളും ഒന്ന് ആലോചിക്കണം എന്തിയാ മാറാത്തത് എന്ന്. എന്തിയാ മാറാത്തതെന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ഒറ്റ സംഗതി നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, അവിടെ ഉരുൾപൊട്ടി എന്നത് നേരാണ്. ആ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം ലോകത്തെവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ മിക്കവാറും നടക്കുന്നത് മനുഷ്യൻ്റെ അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവിടെ നടന്ന ദുരന്തമാണെങ്കിലും ഗസയിൽ നടക്കുന്ന ദുരന്തമാണെങ്കിലും ഒക്കെ മനുഷ്യകരങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾ അതൊരു പ്രതിഭാസങ്ങളാണല്ലോ. ഇപ്പോൾ സുനാമി ആണെങ്കിൽ ഒരു പ്രതിഭാസമാണ്. അതിനും വന്ന് മനുഷ്യന്റെ കൈകടത്തലിന്റെ ഭാഗമായിട്ടാണ്, ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒക്കെ മനുഷ്യന്റെ കൈകടത്തലാണ്. കൊറോണയുടെ പുറകിൽ പോലും മനുഷ്യന്റെ കൈകടത്തലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ മനുഷ്യകരങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഉള്ള പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ, അതിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ ദൈവം എവിടെ? അവിടെ അള്ളാഹു എവിടെ?
അവിടെ അള്ളാഹുവിനെ കാണാനില്ല, അതുകൊണ്ട് അള്ളാഹ് ഇല്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ദുരന്തങ്ങൾ മാത്രമല്ലല്ലോ 24 മണിക്കൂർ നടക്കുന്നത്. 24 മണിക്കൂർ ഈ ദുരന്തങ്ങളാണ് നടക്കുന്നത്? അല്ലല്ലോ. 24 മണിക്കൂറും 12 മാസവും കൊറോണയുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രതിഭാസങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും ഒരുപോലെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ലോകത്ത് എപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിനോമിനൻ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് വളരെ കൃത്യമായ വ്യവസ്ഥയോടുകൂടി. നമ്മളൊക്കെ നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? സോളാർ സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ്. അഥവാ കൃത്യമായി ഭൂമിയെല്ലാം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ വ്യാഴം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വളരെ വ്യവസ്ഥയോടുകൂടി ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ വ്യവസ്ഥയോടുകൂടി ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യവസ്ഥയോടുകൂടി നമ്മുടെ ശരീരം, നമ്മൾ ഉണ്ടാക്കാത്ത നമ്മുടെ ശരീരം, യുക്തിവാദിയുടെ ശരീരം, എക്സ് മുസ്ലിമിന്റെ ശരീരം വളരെ വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ വിടുവായുത്തങ്ങളടക്കം അവന് പറയാൻ കഴിയുന്നത്. വളരെ വ്യവസ്ഥയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ പുറകിൽ ആ സിസ്റ്റം സെറ്റ് ചെയ്ത ഒരാളെ കാണേണ്ടതില്ലേ? നമ്മൾ ഈ ഒരു പ്രതിഭാസം കാണുമ്പോഴേക്കും അവിടെ എവിടെ അള്ളാന്ന് ചോദിക്കുന്ന ആളുകൾ, അതല്ലാത്ത എത്രയോ പ്രതിഭാസങ്ങൾ ഇവിടെ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസങ്ങളുടെ പുറകിൽ ഒരു വ്യവസ്ഥാപകൻ ഉണ്ടാകേണ്ടതില്ലേ? ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ വ്യവസ്ഥ സെറ്റ് ചെയ്തവനുണ്ടാകണം. എന്തേ ഈ പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ ആ വ്യവസ്ഥകൻ എവിടെ എന്ന് ചോദിക്കാത്തത്? ഈ പ്രതിഭാസം നടക്കണമെങ്കിൽ വ്യവസ്ഥ ഉണ്ടാകണമല്ലോ. വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയവൻ ഉണ്ടാകണമല്ലോ. ആ വ്യവസ്ഥ ഉണ്ടാക്കിയവനെ കണ്ടെത്താൻ എന്ത് ഇവർ ശ്രമിക്കാത്തത്? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എവിടെ അള്ളാന്ന് ചോദിക്കാൻ അള്ളാഹ് ആംബുലൻസുമായിട്ട് നടക്കുന്ന ആളാണോ? അള്ളാഹ് അരിയും കുമ്പളങ്ങയായിട്ട് നടക്കുന്ന ആളാണോ അള്ളാഹ് എന്ന് പറയുന്നത്? ഇവരെന്താണ് മനസ്സിലാക്കിയത് അള്ളാഹുവിനെ കുറിച്ച്? അള്ളാഹു ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഇവിടെ ഏതെങ്കിലും മതവിശ്വാസി പറഞ്ഞോ? മതവിശ്വാസികളൊക്കെ വിശ്വസിക്കുന്ന ദൈവം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. അതിന്റെ യുക്തി മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലാവില്ല. കാരണം ഇവരുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനും തമ്മിൽ അന്തരമുണ്ട്. ആ അന്തരാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ പുറകിൽ വന്ന് കമന്റ് ചെയ്യുന്നവന്റെ ബ്രെയിനും അവിടെ പോയി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധ്വാനിച്ചവന്റെ ബ്രെയിനും കണ്ടന്റ് എല്ലാം ഒന്നാണ്, പക്ഷേ ചിന്തിക്കുന്നത് വ്യത്യസ്തമാണ്. ആ ചിന്തയുടെ വ്യത്യാസമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പുറകിലുള്ള പ്രതിഭാസങ്ങൾ മനസ്സിലാക്കി, ഇത് ഈ വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്ന പ്രതിഭാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പടച്ചമ്പുരാനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിനതൻ. ആളുകൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എങ്ങനെയാണ് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത നടത്താത്തത് എന്തുകൊണ്ടാണ്? വസ്ബഗ നിഅമഹു, അവന്റെ നിഅമത്തുകൾ, ളാഹിറതൻ വബാതിനതൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതൊക്കെ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒമിനൻ നാസി മൻ യുജാദിലു ഫില്ലാ, അവർ അള്ളാഹുവിനെ കുറിച്ച് അനാവശ്യമായ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ അവർ അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു അധ്യായത്തിൽ വേറൊരു രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റങ്ങൾ. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫിർ റിയാഹി ആയാത്തുൽ ലിഖൗമി യഅഖിലൂൻ. രാപ്പകലുകളുടെ മാറി മാറി വരുന്ന മാറ്റം, അതിനെക്കുറിച്ച് എന്തിയാ അവർ ചിന്തിക്കാത്തത്? രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരണമെങ്കിൽ എത്രയോ വ്യവസ്ഥയോടുകൂടി ഭൂമി ചലിക്കണം. അത് ഏത് കാരുണ്യവാന്റെ വ്യവസ്ഥ കൊണ്ടാണ് ചലിക്കുന്നത്? ഇവർ ഈ പറയുന്ന പോലെ കാരുണ്യമില്ലാത്തവനായിരുന്നു അതെങ്കിൽ ഇതിങ്ങനെ ചലിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അല്ലാഹ് പറയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. എന്നിട്ട് ആ മഴ കൊണ്ടിട്ട് മരിച്ചു കിടന്നു ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല വിത്തുകളും അതാ പൊട്ടിമുളച്ച് പുറത്തോട്ട് വരുന്നു. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അവരുടെ മരണത്തിന് ശേഷം. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വിത്തൊക്കെ ഇവിടെ കിടക്കുന്നത്? നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ഒരു മഴ വർഷിക്കുമ്പോൾ നമ്മൾ നടന്നു പോയിട്ടുണ്ട്, നമ്മളവിടെ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവനുള്ള ഒരു വസ്തു അവിടെ ഉണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ മഴ വീഴുമ്പോൾ ഇത് മുളക്കുന്നത്.
ജീവനില്ലായിരുന്നുവെങ്കിൽ അതേ തന്നെ വിത്തെടുത്ത് നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചതിന് ശേഷം അവിടെ ഇട്ടാൽ 100 കൊല്ലം മഴ പെയ്താലും അത് മുളക്കോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ അതുണ്ട്. അതിനെ ഒരു വെള്ളം കൊടുക്കും. വെള്ളം എന്ന് പറയുന്ന ഒരു കമാൻഡ് മാത്രമാണത്. ആ ഒരു കമാൻഡിലൂടെ അത് പൊട്ടിത്തെറിച്ച് ചെടിയായി വരുന്നു. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഓ തസ്രീഫ് റിയാഹി, കാറ്റുകളുടെ ഗതിമാറ്റം. നിങ്ങൾ എന്തി ആലോചിക്കാത്തത്? ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ജ്ഞാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നത് ശരിയാണ്, യുക്തിബോധം നൽകിയിട്ടുണ്ട് എന്ന് ശരിയാണ്, ചിന്ത നൽകിയത് ശരിയാണ്. പക്ഷേ അതിന് പരിമിതിയുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് എല്ലാ പ്രതിഭാസങ്ങളുടെ പുറകിലുമുള്ള മുഴുവൻ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ലോജിക് നമുക്ക് കിട്ടണമെന്നില്ല. അതിനർത്ഥം ഇവിടെ അല്ലാഹ് ഇല്ലെന്നല്ല, അതിനർത്ഥം ഇവിടെ ഒരു സൃഷ്ടാവില്ലെന്നല്ല, ഒരു വ്യവസ്ഥാപകൻ ഇല്ലെന്നല്ല. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.